എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IFB ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ്. ഇത് ഫുള്ള് ഡെഡ് കണ്ടീഷനിൽ വന്നിട്ടുള്ള ഒരു PCB ആണ്. ഡെഡ് കണ്ടീഷൻ ആയതുകൊണ്ടിട്ട് നമുക്ക് ഇത് പവർ കൊടുത്തിട്ട് ഇതിനകത്ത് സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ സപ്ലൈ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ MC സൈഡ് ചെക്ക് ചെയ്യണം. ഇവിടെ എഴുതിയിട്ടുണ്ട് IFB എന്ന്. ഇതിൻ്റെ പവർ സപ്ലൈയും മോട്ടറിൻ്റെ കണക്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിറകിലുള്ള ഈ ഒരു ബോർഡിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പവർ കൊടുക്കുന്നത് ഈ രണ്ട് വയറിലാണ് പവർ കൊടുക്കുന്നത്, സപ്ലൈ കൊടുക്കുന്നത് ലൈൻ നമ്മുടെ ഈ രണ്ട് വയർ. നമുക്ക് ഈ രണ്ട് വയറിൽ സപ്ലൈ കൊടുത്തിട്ട് ആദ്യം പവർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. 5 വോൾട്ടും 12 വോൾട്ടും. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജും പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് പാനലിൽ ഈ PCB ഇളക്കിയിട്ട് ഇതിൻ്റെ MC സൈഡ് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്കിതിൽ ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ പവർ കൊടുക്കാം. ഈ രണ്ട് സൈഡിലായിട്ട് ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഇപ്പോൾ സപ്ലൈ കൊടുത്തിട്ട് ആദ്യം ഇവിടുത്തെ ഈ 4 ഡയോഡാണ് ഇതിൻ്റെ റെക്ടിഫയർ ഡയോഡ്. ഇതിൽ സപ്ലൈ ഉണ്ടാകുന്ന നോക്കണം. പിന്നെ ഇവിടെ വരുന്ന ഈ രണ്ട് ഡയോഡ് ഒരു ഡയോഡ് 12 വോൾട്ടും ഒരു ഡയോഡ് 5 വോൾട്ടിനുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡയോഡിൻ്റെ രണ്ട് സൈഡായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് ഡയറക്റ്റ് കറണ്ട് കൊടുക്കുന്നില്ല, ഞാനൊരു സീരിയലാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, സീരിയൽ കണക്ഷൻ കൊടുത്ത് സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടുക. വോൾട്ടേജ് മോഡിലിട്ടിട്ട് ഇവിടുത്തെ ഈ ഒരു സെക്കൻഡറി സൈഡിലുള്ള ഡയോഡിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ വോൾട്ടേജ് ഒന്നുമില്ല, ഇവിടെയും വോൾട്ടേജ് ഒന്നുമില്ല. ഈ രണ്ട് ഡയോഡിലും വോൾട്ടേജ് ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ പവർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈമറി സൈഡിലുള്ള ഈ റെക്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള സപ്ലൈ നോക്കാം. അവിടെ നമുക്ക് 300 വോൾട്ടേജ് ഇല്ലേ, 321 വോൾട്ട് ഇത് വർക്ക് ചെയ്യാനുള്ള ആ ഒരു വോൾട്ടേജ് ഉണ്ട്. ഇനി ചെക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ICയിൽ, അതായത് നമ്മുടെ സ്വിച്ചിങ് IC ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ചിങ് ICയിൽ കറക്റ്റായിട്ട് ഈ വോൾട്ടേജ് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനു മുന്നേ ഈ സ്വിച്ചിങ് ICയെക്കുറിച്ച് പറയണം. സ്വിച്ചിങ് ICയുടെ ഏത് പിന്നിലാണ് ഈ ഒരു ഹൈ വോൾട്ടേജ്, അതായത് 321 വോൾട്ട് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ IC ഏതാണെന്നും ഈ ICയുടെ ഓരോ പിന്നിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ടോർച്ച് എടുത്തിട്ട് ഇതിൽ ഞാൻ പവർ അഴിച്ചിട്ടിട്ടുണ്ട്, പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. പവർ ഓഫ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ICയുടെ നമ്പർ എന്ന് പറയുന്നത് A6079M എന്നാണ് ഈ ICയുടെ നമ്പർ. ഓക്കെ, A60 സീരീസിൽ പെടുന്ന IC ആണിത്. അപ്പോൾ ആ ഒരു സീരീസിൽ പെടുന്ന IC എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്നാമത്തെ പിൻ എന്ന് പറയുന്നത് S ഗ്യാങ് എന്ന് പറയും, S ഗ്രൗണ്ട് എന്ന് പറയും. അതായത് ഈ സ്വിച്ചിങ് ICക്കകത്ത് ഒരു മോസ്ഫെറ്റ് ഉണ്ട്. ഈ മോസ്ഫെറ്റാണ് നമ്മുടെ ഈ ഒരു ചോപ്പറിനെ സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയം. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ പിന്നെ ആ മോസ്ഫെറ്റിൻ്റെ സോഴ്സാണ്. അതിന് ഈ ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ട്, ഒരു 2 ഓംസിൻ്റെ റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഇതിൻ്റെ ഈ ഒന്നാമത്തെ പിന്നിൽ കൊടുത്തിരിക്കും. ഈ റെസിസ്റ്റൻസിൻ്റെ ഒരു സൈഡ് ഗ്രൗണ്ട് ചെയ്തിരിക്കും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പിന്നെന്ന് പറയുന്നത് BR എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 320 വോൾട്ട് സപ്ലൈ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ സെൻസ് ചെയ്യണം, ഈ ഒരു IC സെൻസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 റെസിസ്റ്റൻസ് ഇട്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് ഒരു 2 വോൾട്ട് ഈ BRൽ കൊടുത്തിരിക്കും. പിന്നെ മൂന്നാമത്തെ പിന്നെന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. അത് നമ്മുടെ ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിൽ കണക്റ്റഡ് ആയിരിക്കും. നാലാമത്തെ പിന്നെന്ന് പറയുന്നത് OLP അല്ലെങ്കിൽ ഫീഡ്ബാക്ക്. ഇത് രണ്ടും വരുന്നതാണ്. ഓവർലോഡ് പ്രൊട്ടക്ഷനും വരും, ഫീഡ്ബാക്കും വരും.
പിന്നെ വരുന്നത് അഞ്ചാമത്തെ പിന്ന്. ഈ അഞ്ചാമത്തെ പിന്നെന്ന് പറയുന്നതാണ് ഈ ഒരു ഐ സിയുടെ VCC എന്ന് പറയുന്നത്. അതായത് ഈ ഐ സി വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ഈ അഞ്ചാമത്തെ പിന്നിലാണ് ചെന്ന് ചേരുന്നത്. പിന്നെ ആറാമത്തെ പിന്ന് NC ആയിരിക്കും, അവിടെ പിന്നുണ്ടാവില്ല. 7ഉം 8ഉം എന്ന് പറയുന്നത് ഡ്രെയിൻ ആയിരിക്കും. ഡ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്തുള്ള മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ. ഈ ഡ്രെയിൻ കണക്ഷനിലാണ് ഈ ഒരു 320 വോൾട്ട് നേരെ ഈ ചോപ്പറിൽ വന്നിട്ട് ചോപ്പറിൽ നിന്ന് നേരെ ഇറങ്ങി ഇവിടെ ഈ ഒരു ഐ സിയുടെ ഡ്രെയിനിലോട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പവർ സപ്ലൈ കൊടുത്തിട്ട് സപ്ലൈ ചെക്ക് ചെയ്യാം. സപ്ലൈ എത്രയുണ്ടെന്ന്. 324 വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഇതിൻ്റെ ഡ്രെയിനിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? 15 വോൾട്ടേ വരുന്നുള്ളൂ. അതായത് ഈ ഒരു 320ൻ്റെ പോസിറ്റീവ് സപ്ലൈ ഈ ചോപ്പറിൽ നിന്ന് കയറി ഇറങ്ങി നേരെ ഡ്രെയിനിലോട്ട് വരണം. ആ ഒരു സപ്ലൈ ഇവിടെ ബ്രേക്കാണ്, എവിടെയോ ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഐ സിക്ക് ആ ഒരു സപ്ലൈ കിട്ടുന്നില്ല. ഈ ട്രാൻസ്ഫോമർ സ്വിച്ചിങ് ആകുന്നില്ല, നമുക്ക് ഔട്ട്പുട്ടും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് എവിടെയാണ് ഇത് ബ്രേക്ക് ആയിരിക്കുന്നതെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. ഒരു 90% നമ്മുടെ ഈ ചോപ്പർ കംപ്ലൈൻ്റ് ആവാനാണ് സാധ്യത. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നി പ്രിൻ്റ് അല്ലെങ്കിൽ ചോപ്പർ. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോർഡ് ഇളക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഈ ചോപ്പർ ആദ്യം ചെക്ക് ചെയ്യണം, പിന്നെ ഇതിൻ്റെ പ്രിൻറ്റിങ്ങും ചെക്ക് ചെയ്യണം. അപ്പോൾ പ്രിൻറ്റിലാണ് ഡാമേജസ് ഉള്ളതിന് പ്രിൻറ്റ് ഷോർട്ട് ചെയ്ത് വിട്ട് കൊടുക്കുക. അല്ല ചോപ്പറാണ് കംപ്ലൈൻ്റ് എന്നുണ്ടെങ്കിൽ ഈ ചോപ്പർ നമ്മൾ ഇളക്കി റീവൈൻഡിങ് ചെയ്തിടുക. അപ്പോൾ ഈ ഒരു ബോർഡ് ഇളക്കിയെടുത്ത് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്യാം. നാല് സ്ക്രൂ ഉണ്ടാവും. 4 സ്ക്രൂവിലായിരിക്കും ഇത് ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. ഈ ബോർഡ് ലോക്ക്ഡാണ്. ഈ ബോർഡ് നമ്മൾ വലിച്ചൂരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ വാക്സിനകത്തുനിന്ന് വലിച്ചൂരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബോർഡ് ഡാമേജസ് ആവാൻ സാധ്യത കൂടുതലാണ്. കാര്യം ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും 2 ലോക്കുണ്ട്. ആ ലോക്ക് നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റാത്ത ലോക്കാണ്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഈ ഒരു ബോർഡിൻ്റെ ഈ അടിഭാഗം ഇത്രയും സൈഡ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് ഇത്രയും കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇത്രയും സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ സ്വിച്ചിങ് ഐ സി വരുന്നത്. ഇത് ഇത്രയും നമ്മുടെ ചോപ്പറാണ്. അപ്പോൾ ചോപ്പറിൻ്റെ ഈ ഒരു കാലിൽ നമ്മുടെ 320 വോൾട്ട് വന്ന് കയറി ഇറങ്ങി ഇപ്പുറത്ത് വന്നിട്ടാണ് ഈ ഒരു ഐ സിയിലോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഈ 2 പിന്നാണ് നമ്മുടെ ഈ ഐ സിയുടെ മോസ്ഫെറ്റിൻ്റെ സ്വിച്ചിങ് സൈഡായ ഡ്രെയിന്. ഓക്കെ, പിന്നെ ഈ 2 കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഐ സി വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കൊടുക്കാനുള്ള കണക്ഷനാണ്. ഇത് നമ്മുടെ സെക്കൻഡറി സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയതിൽ പ്രിൻ്റ് ഒന്നും റിയാക്ടിങ് അല്ല, പ്രിൻ്റൊക്കെ നല്ല ക്ലിയർ ആണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു ഈ ചോപ്പർ തന്നെയാണ് ഇതിൽ കംപ്ലൈൻ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ചോപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിമീറ്റർ ബസർ മോഡിലിടുക. ബസർ മോഡിലിട്ടിട്ട് നമ്മുടെ സെക്കൻഡറി സൈഡിൽ ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡറി സൈഡിലുള്ള കണക്ഷൻ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പ്രൈമറി സൈഡിലുള്ള ഈ 2 കണക്ഷനും ഓക്കെയാണ്. പക്ഷേ നമ്മുടെ സ്വിച്ചിങ് ഐ സി വരുന്ന ആ ഒരു പോർഷനിൽ കണക്ഷൻ ബ്രേക്കാണ്. അതായത് നമ്മുടെ ഈ ഒരു ചോപ്പർ വൈൻഡിങ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഓപ്പൺ വൈൻഡിങ് ആയിപ്പോയി. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ചോപ്പർ ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, അതിന് ഫ്രഷ് സോൾഡർ ചെയ്യുക.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്ന ഇതിൻ്റെ എല്ലാ ലെഗും ഡീസോൾഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ചോപ്പർ. ഈ ചോപ്പർ നമുക്കൊന്ന് പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോപ്പറിൻ്റെ ആദ്യം ഈ ഒരു വൈൻഡിങ് നേരെ ഇവിടെ വരും. രണ്ടാമത്തെ വൈൻഡിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ആദ്യത്തെ വൈൻഡിങ് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഇവിടെ വരുന്നത് ആദ്യത്തെ വൈൻഡിങ്. രണ്ടാമത്തെ വൈൻഡിങ് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരും. അപ്പോൾ ഈ രണ്ടാമത്തെ വൈൻഡിങ്ങിൽ കണ്ടിന്യൂറ്റി ഉണ്ട്, പക്ഷേ ഒന്നാമത്തെ വൈൻഡിങ്ങിൽ കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു ചോപ്പർ നമ്മൾ റീവൈൻഡിങ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇത് നമുക്ക് റീവൈൻഡിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് റീവൈൻഡിങ് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് പവർ കറക്റ്റായിട്ട് പവർ സപ്ലൈ എല്ലാം കറക്റ്റാണോ, പവർ ഓൺ ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോപ്പർ ഞാൻ റീവൈൻഡിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കണ്ടിന്യൂറ്റി കാര്യങ്ങളെല്ലാം ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ബസർ മോഡിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കണ്ടിന്യൂറ്റി ആയിരുന്നു നമുക്ക് നേരത്തെ ഇല്ലാതിരുന്നത്. ഇപ്പോൾ ഇതിൽ കണ്ടിന്യൂറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോയിൽ എന്ന് പറയുന്നത് ഇവിടെ ഈ പ്രൈമറി സൈഡിൽ വരുന്നത് 36 SWGയും സെക്കൻഡറി സൈഡിലോട്ട് വരുന്നത് 33 SWG വയറുമാണ് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് അതിനകത്തോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഡ്രെയിനിലോട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഐ സിയുടെ ഡ്രെയിനിലോട്ട് കണ്ടിന്യൂറ്റി ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡയോഡിൽ നിന്ന് നമ്മുടെ ഈ ഒരു 7-8 പിന്നിൽ കണ്ടിന്യൂറ്റി നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഓംസ് കാണിക്കുന്നു. ഓംസ്. അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് അതെന്താണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പോസിറ്റീവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് നേരെ ഈ ഒരു 5 വാട്ടിൻ്റെ ഓക്കെ 5 വാട്ടിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് 270 R എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 270 ഓംസിൻ്റെ ഒരു 5 വാട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് വഴിയായിരിക്കും ഇത് കയറി ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ചിങ് ഐ സിയുടെ ലെഗിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു 270 ഓംസാണ്
നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ ഇനി അടുത്തതായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ സപ്ലൈ ലൈന് മെയിൻ ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സീരിയൽ കൊടുക്കാം. അപ്പോൾ ഇത് സീരിയൽ കൊടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിട്ടിട്ട് നമുക്കിപ്പോൾ ഈ ഐ സിയുടെ അവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ നമുക്കവിടെ ഈ ഐ സിയുടെ 8ാമത്തെ പിന്നിൽ 317 വോൾട്ട് വരുന്നുണ്ട്. ഔട്ട്പുട്ട് ഡയോഡിൽ ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? ഇവിടെ വോൾട്ടേജ് ഇല്ല. ഇവിടെ 13 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ 4.9 വോൾട്ട്. അപ്പോൾ നമുക്ക് 12 വോൾട്ടും 5 വോൾട്ടും പ്രസൻ്റാണ്. ഓക്കെ, ഇനി ഇത് ഓൺ ആവുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ബസർ കേട്ടില്ല, പക്ഷേ നമുക്കിവിടെ പവർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബസറും കേട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഈ ഒരു റോട്ടറി സ്വിച്ച് തിരിക്കാനും പിടിക്കാൻ പറ്റത്തില്ല. ഇതിനകത്താണ് ഇരിക്കുന്നത്. റോട്ടറി സ്വിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റോട്ടറി സ്വിച്ച് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങും ആവുന്നുണ്ട്. സ്റ്റാർട്ടിങ് ആവുന്ന ഇപ്പോൾ എറർ വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെറ്റായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ വോൾട്ടേജ് പ്രശ്നം ചോപ്പർ റീവൈൻഡ് ചെയ്തു നമ്മുടെ പവർ സപ്ലൈ റെഡിയായി. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ആവുന്നുണ്ട്, എറർ കാണിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മെഷീനിൽ സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഇത്രയ്ക്ക് ബുദ്ധിമുട്ടി എന്തിനാണ് വൈൻഡ് ചെയ്ത് ഇടുന്നത്, ഒരു 12 വോൾട്ടിൻ്റെ നമ്മുടെ DVD ഒക്കെ പവർ സപ്ലൈ വെച്ചാലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ അങ്ങനെ ചോദിച്ചവരുണ്ട്. അങ്ങനെയും ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, വൈൻഡ് ചെയ്ത് ഇടാൻ പറ്റുന്നത് കൊണ്ടിട്ടാണ് ഞാൻ വൈൻഡ് ചെയ്ത് ഇടുന്നത്. അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. മറ്റത് ഒരു സെപ്പറേറ്റ് ഒരു അഡീഷണൽ ബോർഡും കൂടെ കെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.